പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും നമുക്ക് ചൈതന്യം പകരുന്ന ദൈവവചനം. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നത്. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായി നമ്മൾ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഈ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോയവനായ കർത്താവ് പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, കർത്താവിന്റെ ആത്മാവ്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മറിയയുടെ ചോദ്യം ഇതായിരുന്നു, ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, അപ്പോൾ ഈ പറഞ്ഞത് എങ്ങനെയാണ് സാധ്യമാവുക? ദൂതന്റെ മറുപടി ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പം അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 1:35 കാണുന്നത് പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അതായത് നമുക്കറിയാം ദൈവ വാഗ്ദത്തങ്ങളുടെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് തലമുറകളെ തരും, സന്തതിയെ തരും. ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും. അത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം. അപ്പൊ അവിടെ നമുക്കറിയാം അബ്രഹാം ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു. അത് അബ്രഹാമിന്റെ ശരീരത്തിൽ ആമേൻ ഒരു വ്യത്യാസം ഉണ്ടാക്കി, ബലം ഉണ്ടായി. എന്നാൽ നമുക്ക് ഇവിടെ മറിയ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതാണ് മറിയ പറഞ്ഞത്. അപ്പൊ അവിടെ സംഭവിച്ച ഒരു കാര്യം, മറിയ ദൈവവചനം അവളിൽ ക്രിയ ചെയ്ത് ആമേൻ അവളിൽ ഉൽപാദിതമായ വിശുദ്ധ പ്രജ. അതെ, ഒരുപക്ഷെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഇത് പരിശുദ്ധാത്മാവിൽ സാധിച്ചു. അതായത് 38 വർഷം കുളക്കരയിൽ കിടന്നവന് സൗഖ്യമായത് ആ ശരീരത്തിൽ സൂപ്പർ നാച്ചുറലായിട്ട് ഒരു അത്ഭുതം ചെയ്യാമെങ്കിൽ, മരിച്ചുപോയ ലാസറിന്റെ ശരീരത്തിൽ വീണ്ടും ജീവനെ തന്ന് ജീവനോടെ എഴുന്നേൽപ്പിക്കാമെങ്കിൽ, അതൊക്കെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണെങ്കിൽ, ആമേൻ, മറിയയുടെ ഗർഭത്തിൽ യേശു പരിശുദ്ധാത്മാവിൽ, അതായത് ദൈവവചനം വിശ്വസിച്ചപ്പോൾ ആ വചനത്തിന്റെ പ്രവൃത്തി മറിയയിൽ സംഭവിച്ചതും നാം വിശ്വസിക്കുന്നു. ആ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 4:1 നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. 3-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേൽ വന്നു വസിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേൽ വന്നു വസിച്ചു എന്നതിന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 32-ാം വാക്യത്തിലും 33-ാം വാക്യത്തിലും അത് കാണാൻ സാധിക്കും. അപ്പൊ ആ 2 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ വന്നു വസിച്ചു എന്നത്, പരിശുദ്ധാത്മാവ് വന്നു വസിച്ചു. അപ്പൊ അവിടെ മറിയയില് ഉൽപാദിതനായ യേശു പരിശുദ്ധാത്മാവിൽ യോർദാനിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ യേശു ക്രിസ്തു. പിന്നെ യേശുവിന്റെ ശുശ്രൂഷയുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവൻ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു പോയവനെ കർത്താവ്. പിന്നത്തതിൽ കാണുന്ന രോഗികളെ സൗഖ്യമാക്കുവാൻ അവനിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. പിന്നത്തേത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് യേശുവിനെ കുറിച്ച്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, നിത്യാത്മാവിനെ തന്നെ ഹല്ലേലൂയ അർപ്പിച്ചവനായ യേശുവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അത് എബ്രായ ലേഖനത്തില് അതില് നമുക്ക് 9-ാം അധ്യായത്തിൽ നമ്മളത് ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിത്യാത്മാവിനാൽ തന്നെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവ്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ
നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ അവിടെ യേശു ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. യേശു ആത്മാവിൽ നിറഞ്ഞത് ആത്മാവിനാണ്. അവന്റെ ശുശ്രൂഷയുടെ ശക്തി പരിശുദ്ധാത്മാവായിരുന്നു. അവൻ തന്നെ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് ആത്മാവിനാലാണ്, നിത്യാത്മാവിനാൽ. അത് നമ്മളവിടെ കാണുമ്പോൾ റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. അവിടെ ആത്മാവിനാലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്ന് അവിടെ പറയുന്നു. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അവിടെ പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. 17-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പൊ അവിടെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ 20-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കാണുന്നത് യേശു ജനിച്ചത്, അതായത് രൂപപ്പെട്ടത്, ഉളവായത് ആത്മാവിനാണ്. യേശു നിറഞ്ഞത് ആത്മാവിനാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ ശക്തി പരിശുദ്ധാത്മാവിനാണ്. യേശു ക്രിസ്തു നിത്യാത്മാവിനാലാണ് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചത്, ക്രൂശിൽ മരിച്ചത് ആത്മാവിനാണ്. യേശു പുനരുത്ഥാനം ചെയ്തത് ആത്മാവിനാണ്. അതെ, അപ്പോ യേശുവിന്റെ ശുശ്രൂഷയുടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. അപ്പൊ പരിശുദ്ധാത്മാവാണ് യേശുവിനെ പുത്രനാക്കി നിർത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം തോന്നിയേക്കാം. എന്നാൽ വചനം ഇങ്ങനെയാ പറയുന്നത്: അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച ഒരാൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഒരിടത്തും യഹോവയായ ദൈവമെന്നോ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നോ, അത്യുന്നതനായ ദൈവമെന്നോ, യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ റാഫ, യഹോവ നിസി, ഈ പേരുകളോ, എൽഷഡായ്, എബനേസർ, ഈ പേരുകളിൽ ഒന്നുമല്ല പറയുന്നത് പിതാവ്, എന്റെ പിതാവ്. അപ്പൊ അവിടെ യേശു ക്രിസ്തു പിതാവിന്റെ ആത്മാവ് തന്നിൽ വസിക്കൊണ്ട് അവൻ ദൈവത്തെ വിളിച്ചത് പിതാവെന്ന, പിതാവ്. അപ്പൊ അതായത് പിതാവിന്റെ ആത്മാവ് യേശുവിൽ വസിച്ചിട്ട്, പിതാവിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിൽ വസിച്ചിട്ട്, ഹല്ലേലൂയ, പുത്രത്വമുള്ളവനായി തീർന്നു. അതായത് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പുത്രത്വത്തിന്റെ അവകാശം, അതായത് ദൈവത്താൽ ഞാൻ ഉളവായവനാണ്, ദൈവത്താൽ ഞാൻ ജനിച്ചവനാണ് എന്ന ബോധ്യം തരുന്നതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, തരുന്നവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അതേ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രസക്തി നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിൽ പല കാര്യങ്ങൾ നമുക്ക് അറിയാനും കണ്ടുപിടിക്കാനും മനസ്സിലാക്കുവാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകും എനിക്കറിയത്തില്ല. അയ്യോ, ഞാൻ ഇന്നലെ ആ കുറവുകളും, ഇന്നലെ എന്റെ ജീവിതത്തിൽ ഒത്തിരി അബദ്ധങ്ങൾ പറ്റി, കുറ്റബോധം നമ്മളെ വാഴും. ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? നമ്മൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളാൽ നമ്മൾ സമ്മർദ്ദത്തിലാകാറുണ്ട്. പക്ഷെ ഒരു വ്യക്തി എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നത്, ആ നിമിഷം മുതൽ അവന്റെ ജീവിതത്തിന്റെ സാഹചര്യം മാറിയിരിക്കും.
അത് നിശ്ചയമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം, യേശുക്രിസ്തുവിൽ വസിച്ച ആത്മാവ് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ, സ്നാനപ്പെട്ടപ്പോൾ മുതൽ അല്ല, അവൻ രൂപപ്പെട്ടപ്പോൾ മുതൽ പരിശുദ്ധാത്മാവാണ് എല്ലാവറ്റിനും കാരണമായിരുന്നത്. അവൻ ക്രൂശിൽ തന്നെ നിഷ്കളങ്കനായി അർപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവാണ് കാരണക്കാരൻ നിന്നതെങ്കിൽ, ആ ആത്മാവിനാലാണ് യേശു ഉയർത്തെഴുന്നേറ്റതെങ്കിൽ, ഇവിടെ ഒരു ചിന്തിച്ചു നോക്കുക, നമുക്കും ഈ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്, അതായത് പിതാവിന്റെ ആത്മാവ്, അതേ ആത്മാവ് തന്നെയാണ് പുത്രനിൽ വസിച്ചത്. പുത്രനിൽ വസിച്ച അതേ ആത്മാവ് തന്നെയാണ് നമ്മിൽ വസിക്കുന്നത്. അതായത് പിതാവിന്റെ സകല സ്വഭാവവും പുത്രനിൽ വെളിപ്പെട്ടത് പിതാവിന്റെ അതേ ആത്മാവ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, യേശുവിൽ ഉണ്ടായിരുന്നു. അതേ യേശുവിൽ വസിച്ച ആത്മാവാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം അപ്പൊ ആത്മാവിന്റെ ഫലം, ആത്മാവ് എന്നിൽ വരുമ്പോ അതിന്റെ ഫ്രൂട്ടാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം. എന്നാൽ അതിനപ്പുറമായിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് നമ്മളെ മാറ്റുകയാണ് പരിശുദ്ധാത്മാവ്. അതായത് പിതാവിന്റെ അതേ സ്വഭാവം ക്രിസ്തുവിൽ വെളിപ്പെട്ടതുപോലെ. അതാണല്ലോ യേശു പറഞ്ഞത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് പിതാവിന്റെ ആത്മാവ് യേശുവിൽ വസിച്ചതുപോലെ തന്നെ അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം ക്രിസ്തുവിൽ വെളിപ്പെടുത്തുവാനായിട്ട് യേശുവിൽ വസിച്ച, യേശുവിൽ നിലനിന്ന അതേ ആത്മാവ് നമ്മിൽ വസിക്കുക. ആമേൻ. അത് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് അതിന്റെ 16-17 വാക്യങ്ങൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കാലും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകം, അതിനെ എന്നാണ് ലോകത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ. ഇപ്പൊ പരിശുദ്ധാത്മാവ് അതല്ല, അവനാണ്. പരിശുദ്ധാത്മാവ് പ്രാവല്ല, തീയല്ല, കാറ്റല്ല, അവനാണ്. അവൻ, ഹീ. അതായത് ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തൃത്വ ദൈവം എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. തൃത്വം എന്ന വാക്ക് ബൈബിളിൽ ഇല്ല. അതായത് അത് ഏത് നിലയിൽ, ഏത് സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെങ്കിലും ദൈവം മൂന്നല്ല, ഒരു ദൈവമാണ്, ഏക ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെ. ദൈവം ഏകനാണെന്നും ശക്തനാണെന്നും പിശാചികൾ അറിയുകയും കേൾക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം ഏകനാണ്. അപ്പൊ പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ, യോഹന്നാൻ 4:24 പറയുന്നു, ഗാഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. അപ്പൊ ദൈവം ആത്മാവാണ്, ആത്മാവാണ് ദൈവം. അപ്പൊ യഹോവയായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൂന്ന് നിലയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. പിതാവിനെ പിതാവാക്കി നിർത്തിയ അതേ ആത്മാവ് പുത്രനെ പുത്രനാക്കി നിർത്തുവാനായിട്ടും വെളിപ്പെട്ടു. അതേ ആത്മാവ് തന്നെയാണ് ദൈവ മക്കൾ എന്ന പദവിയിൽ നിങ്ങളും ഞാനും നിലനിൽക്കാനായിട്ട് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെയാണ്, അല്ലെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു.
അവിടെ കാണുന്ന ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആരാ? ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. രണ്ടും രണ്ട് പേര് അല്ല പ്രിയപ്പെട്ടവരെ. ആദിയിൽ സൃഷ്ടിച്ചവനായ അതേ ദൈവം തന്നെയാണ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് വെള്ളത്തെക്കുറിച്ച് കാണുമ്പോൾ നമ്മള് പത്രോസിന്റെ ലേഖനത്തില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആകാശവും, 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 5-ാം വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്നും. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ, വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ. അപ്പൊ ഇവിടെ തന്നെ 2 വാക്യം എടുത്തു പറഞ്ഞുണ്ട്, വെള്ളത്താലും വചനത്താലും. അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആ വാക്യം നല്ലപോലെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വായിക്കണം. 2 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 5-ാം വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. വെള്ളത്താൽ, വചനത്താൽ. അപ്പൊ അവിടെ പറയുന്നത് ഭൂമി ഉണ്ടായത് വെള്ളത്താൽ, വചനത്താൽ. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതിനെ നാം മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ആമേൻ, പിതാവായ ദൈവം പറഞ്ഞ വചനമായിട്ട് ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സൃഷ്ടിക്കാനായിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പുറപ്പെടാൻ പോകുന്ന വചനത്തിനായിട്ട്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായിട്ട്, സംഭവിച്ചവയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ്, വചനം പറയുന്നിടത്ത് ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം പുറപ്പെടുന്ന വചനം ആത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിനെ 63-ാം വാക്യത്തിൽ പറയുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനും. അപ്പൊ അവിടെ സൃഷ്ടിയുടെ കാരണമായി മാറിയത് വചനത്താൽ, വെള്ളത്താൽ. അപ്പൊ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ വചനത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വചനമായി, അതായത് അവൻ പറയുന്ന വചനം, ഹല്ലേലൂയ, ആത്മാവായിട്ട്, ആത്മാവ് വചനമായിട്ട്, വചനം ആത്മാവായിട്ട്, ആത്മാവ് വചനമായിട്ട്, ഹല്ലേലൂയ, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, സൃഷ്ടി, ആമേൻ, പറഞ്ഞ വാക്കിന്റെ അതേ രൂപവും ഭാവവും സാദൃശ്യത്തിനുമുള്ളവയെ ഉളവാക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയുടെ മുഴുവൻ കാരണക്കാരനാണ് പരിശുദ്ധാത്മാവ്. സൃഷ്ടിയുടെ മുഴുവൻ കാരണമാരാ വചനം, ആത്മാവ്. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവ്, വചനത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവ്, വചനത്തെ, ഹല്ലേലൂയ, വചനമായി, ആ വചനത്തെ, വചനം എന്ത് അർത്ഥമാക്കുന്നു അതിനെ സൃഷ്ടിക്കത്തക്കോണം അതിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ആത്മാവ്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവ് പരിവർത്തിക്കണമെങ്കിൽ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വചനത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പറയുന്ന വചനത്തിൽ ആത്മാവ് ചലിക്കും, ആത്മാവ് സൃഷ്ടിക്കും. നമ്മളെ വെള്ളത്തെക്കുറിച്ച് കാണുമ്പോൾ ഇതിന്റെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് അതിന് 25-ാം വാക്യം, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടത്. അപ്പൊ അവിടെ വചനത്തോടുകൂടിയ ജലസ്നാനം, അവിടെ വചനത്തെ ജലത്തോട് ഉപമിച്ച് പറയും. അപ്പൊ എന്താണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം? വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ആത്മാവ്, അതായത് വചനത്തിന്റെ കൂടെ ചലിക്കുന്ന ആത്മാവ്.
ആമേൻ. ചിന്തിച്ചു നോക്കുക. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സൗഖ്യമാക്കുവാൻ ശക്തി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആരും സൗഖ്യമായില്ല. സൗഖ്യമായത് എപ്പോഴാണെന്നറിയാമോ? ആ ഉണ്ടായിരുന്ന ശക്തി തന്റെ വചനത്താൽ പുറപ്പെട്ടപ്പോൾ. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു പോയവനായ കർത്താവ്, ആത്മാവിന്റെ ശക്തിയോടെ അവൻ പുറപ്പെട്ടു പോയപ്പോ നമ്മൾ ഹല്ലേലൂയ അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ അവന്റെ ശക്തി. 36-ാം വാക്യം ഞാൻ വായിക്കാം. അധികാരത്തോടും ശക്തിയോടുകൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 36-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ ശക്തിയോടുകൂടെ കൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം, അതിന്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാകുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ഇവിടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തി പുറപ്പെട്ടു. ശക്തി അവനിൽ ഉണ്ടായിരുന്ന ശക്തി പുറപ്പെട്ടു. എപ്പോഴാണ് പുറപ്പെട്ടത്? അവൻ പറഞ്ഞപ്പോൾ. അതാണ് ഇതിന്റെ 4-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ കാണുന്നത്. അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു. അപ്പം ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞപ്പോൾ പുറപ്പെട്ടത് അവനിൽ ഉണ്ടായിരുന്ന ശക്തി, ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരെ സൗഖ്യമാക്കുന്ന നിലയിൽ അവിടെ വെളിപ്പെട്ടു നിന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് നിലവാരത്തിലുള്ളതാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ആമേൻ പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന ബോധ്യത്തോടെ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവാണെന്ന ബോധ്യത്തോടെ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണെന്നുള്ള ബോധ്യത്തോടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ് എന്ന ബോധ്യത്തോടെ നിങ്ങൾ പറയുന്നു. അതെ, ഹല്ലേലൂയ, നിങ്ങൾ പറയുന്ന വാക്ക് ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിച്ച വചനം വെറും വചനമായിട്ടല്ല, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവോടും ബഹു നിശ്ചയത്തോടും. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിവോടുകൂടെ പറയണം, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു എന്റെ അകത്തിരിക്കുക. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ജനനം, യേശുവിന്റെ നിറവിൽ, യേശുവിന്റെ ശുശ്രൂഷയുടെ ശക്തിയിൽ, യേശുവിന്റെ മരണത്തിൽ, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് പ്രധാനപ്പെട്ട പങ്കു വഹിച്ചു എങ്കിൽ നിങ്ങൾ മറക്കരുത്, ഹല്ലേലൂയ, നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആ പരിശുദ്ധാത്മ പുത്രനിൽ നിന്ന് വേർപെട്ടവനല്ല, പിതാവിൽ നിന്ന് വേർപെട്ടവനല്ല, പിതാവിനെ പിതാവാക്കി നിർത്തിയവൻ, പുത്രനെ പുത്രനാക്കി നിർത്തിയവൻ അതേ ആത്മാവാണ് നിങ്ങളെ എന്നെ മക്കളാക്കി നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് ഇംപോസിബിൾ. യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ഇംപോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു ബോധ്യം ഉണ്ടാകണം, എന്നെയും പരിശുദ്ധാത്മാവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് ഇംപോസിബിൾ. ബിക്കോസ് എന്താണെന്നറിയാമോ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്നും തിരിച്ചറിവോ. ഇന്ന് നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചന കേൾവി നിങ്ങളുടെ അകത്ത് എത്രത്തോളം ആമേൻ നിങ്ങളിത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വചനം കേൾക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതം പണിയപ്പെടട്ടെ. ഒരു അത്ഭുതമായി ആമേൻ ലോക രാജ്യങ്ങൾ നിങ്ങളെ കണ്ട് ജീവിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട്, ദൈവത്തിന്റെ ജീവനെ തിരിച്ചറിയാനായിട്ട്. ഒരു മതത്തിന്റെ ശക്തിയല്ല, ഒരു ഉപദേശത്തിന്റെ ശക്തിയല്ല, ഹല്ലേലൂയ, എന്തെങ്കിലും ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും റിസൾട്ട് അല്ല.
ഒരുവനിൽ ദൈവം വസിക്കുന്നുവെന്ന് ഒരുവൻ തിരിച്ചറിഞ്ഞാൽ, ആ വാക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ഒരുവനിൽ ദൈവം വസിക്കുന്നുവെന്ന്, ദൈവം വേറെ എവിടെയോ ഒരു സ്ഥലത്തല്ല, അവനിൽ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിവ് ഒരുവനിൽ വരുമ്പോൾ അവനിലൂടെ എന്തെല്ലാം സംഭവിക്കുമോ അതിലൂടെയാണ് ലോകം ദൈവത്തെ കാണാൻ പോകുന്നത്. ആമേൻ. ആചാരങ്ങളിൽ കൂടെയല്ല, അനുഷ്ഠാനങ്ങളിൽ കൂടെയല്ല, മതചിഹ്നങ്ങളിൽ കൂടെയല്ല, അല്ല. ആമേൻ. നിങ്ങളിലൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ, നിങ്ങളുടെ അകത്ത് പൂർണ്ണ ബോധ്യത്തോടെ നിങ്ങൾ വിളിച്ചു പറയുന്ന ദൈവ വചനം സാഹചര്യങ്ങളെ മാറ്റും, ചുറ്റുപാടുകളെ മാറ്റും. അതെ, ജനനത്തിനും ആമേൻ ഹല്ലേലൂയ ജീവിതത്തിനും മരണത്തിലും പുനരുത്ഥാനത്തിലും യേശുവിന്റെ കൂടെ വസിച്ച ആത്മാവ് അവൻ നിങ്ങളിലാണ്, എന്നിലാണ്. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ കാണാനായിട്ട്, ക്രിസ്തുവിനെ കാണാനായിട്ട്, യഹോവയെ ദൈവത്തെ കാണാനായിട്ട് ഇറങ്ങുമല്ല നോക്കേണ്ടത്, പരിശുദ്ധാത്മാവിലേക്കാണ്. ആ പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാണ് നിങ്ങൾ, അവൻ നിങ്ങളിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. ആ തിരിച്ചറിവോടുകൂടെ ഇന്ന് ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും ഹല്ലേലൂയ നിങ്ങൾക്ക് ഓരോ നിമിഷവും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഈ ബോധ്യത്തോടു കൂടി നിൽക്കുക. നിങ്ങൾ ജയാളികളായി മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചന കേൾവിയാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തില് കർത്താവെ ബലം പകരുന്ന പരിശുദ്ധാത്മാവ്, ആരോഗ്യം തരുന്ന പരിശുദ്ധാത്മാവ്, ശക്തി തരുന്ന പരിശുദ്ധാത്മാവ്, വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവ്, വിശുദ്ധി തരുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ സൗഖ്യം തരുന്ന പരിശുദ്ധാത്മാവ് കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് ആമേൻ ജീവിതത്തിൽ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. അവർക്ക് ഏറ്റവും ശക്തമേറിയ ഡീപ് കൺവിക്ഷൻ അവർക്ക് നൽകിയാട്ടെ കർത്താവ് അവരിൽ ഉണ്ടെന്നുള്ള ആഴമേറിയ ബോധ്യം മാത്രമല്ല, ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ആമേൻ ആ ഇന്റിമസി, ആ കൂട്ടായ്മ അവർ പ്രാപിക്കട്ടെ. ആ കൂട്ടായ്മയിൽ വളരട്ടെ, വർദ്ധിക്കട്ടെ, ഫലം കായ്ക്കട്ടെ, പ്രയോജനപ്പെടട്ടെ, അനുഗ്രഹമായി തീരട്ടെ നാഥ. യെസ് ഫാദർ ഗാഡ്, ഞാൻ അങ്ങനെ അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്, അനുഗ്രഹിക്കുന്നപ്പ സകലവിധമായ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയിൽ അവർ വർദ്ധിച്ചു വരട്ടെ, ബലം പ്രാപിക്കട്ടെ, നിലനിൽക്കട്ടപ്പ. അപ്പ ഹല്ലേലൂയ, അങ്ങ് തൊട്ടതിനായി നന്ദി. ആ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ലഭ്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.